വെൽക്കം ബാക്ക് ആൻഡ് ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ ഏകദേശം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. നമ്മളിപ്പോൾ ഈ വെളുപ്പാങ്കാലത്ത് തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേണ്ടപ്പെട്ട സ്ഥലത്തേക്കാണ്. അപ്പോൾ എന്തായാലും ഒരു ബസ് കയറട്ടെ, ആലപ്പുഴ ചെന്നിട്ട് വേണം പോകാൻ. കഴിച്ചപ്പോൾ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട്, അരടൂർ സൂപ്പർ ഫാസ്റ്റ്. അപ്പോൾ എന്തായാലും ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ ചെല്ലുക. അവിടെ നിന്നാണ് ഞാൻ ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ പോകുന്നത്. എന്തായാലും എത്തട്ടെ. അങ്ങനെ നമ്മൾ 5:59 ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ മനുഷ്യന്മാർ അധികമില്ലാതെ നല്ല ഫ്രീ ആയിട്ട് വിജനപ്പിച്ച് കിടക്കുന്ന ബസ് സ്റ്റാൻഡ്. കുറേയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ പത്രമൊക്കെ അടിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു വൈബായിട്ട് വെളുപ്പാങ്കാലത്ത് വരെ. അപ്പോൾ എൻ്റെ കൂടെ അമ്മയുണ്ട്. അമ്മയും ഞാനും കൂടെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ്, അല്ലെങ്കിൽ എൻ്റെ ഒരു മെയിൻ സ്പോട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട്, ഒരു തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കുടുംബക്ഷേത്രം, അല്ലെങ്കിൽ ഞാൻ ജനിച്ച വളർന്ന സ്ഥലം അല്ലെങ്കിൽ പോലും എൻ്റെ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ നാടാണ് ഈ പറഞ്ഞ സ്ഥലം. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു കുടുംബക്ഷേത്രമുണ്ട്. ആ കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടിയാണ് ഈ വെളുപ്പാങ്കാലത്തെ പോകുന്നത്. അപ്പോൾ സമയം ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. നേരൊക്കെ വെളുപ്പ് വരികയാണ്. നമ്മളിപ്പോൾ ആലപ്പുഴ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റ് ആ ഒരു ഇതിൽ നിൽക്കുകയാണ് ഞാൻ. കാര്യം ഞാൻ ഈ സ്ഥലത്ത് പോയിട്ടുള്ള എൻ്റെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വേണേൽ പറയാം. വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഒരു കുടുംബക്ഷേത്രത്തിൽ പോകുന്നത് എനിക്കെന്തോ 5 വയസ്സുള്ള സമയത്താണ്. അതായത് 2003 2005 ആ ടൈമിൽ എപ്പോഴാണ്. അതായത് എനിക്ക് 5 വയസ്സൊക്കെ ഉള്ളപ്പോഴെപ്പോഴാണ് പോയിട്ടുള്ളത്. പിന്നെ ഞാൻ പോകുന്നത് എൻ്റെ ചേച്ചിയുടെ ഒരു കല്യാണ ടൈം. അവിടെയൊക്കെ അതായത് ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ വിളിക്കാൻ, അതായത് അച്ഛൻ്റെ നാട്ടിലുള്ള ആൾക്കാരെ വിളിക്കാൻ വേണ്ടി അവിടെ പോയിട്ടുണ്ട്. അന്നേരം അമ്പലത്തിൽ കയറിയിട്ടില്ല, ജസ്റ്റ് അവിടെ പോയിട്ടുണ്ട്. ഈ ഒരു അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഹൈറ്റ് ഇരിക്കുന്ന നല്ലൊരു വൈബ്, ഒരു പ്ലേസോട് കൂടി ഒരു അമ്പലമാണ്. ഞാൻ ഇത്ര എക്സൈറ്റ് ആകാൻ കാര്യം ഇപ്പോഴും ആ ഒരു വൈബ് എനിക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് റീലിലൊരു കിടുക്ക സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റീലിലൊക്കെ കിടുക്കനൊരു വ്യൂ പോയിൻ്റ്, അല്ലെങ്കിൽ ഈ ഒരു വ്ളോഗിലും കാണുന്നൊരു കിടിലം വ്യൂ ആണ്. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഹൈറ്റാണ്. ഇപ്പം നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ, ഞാനത് പറയാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലപ്പുഴ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വണ്ടിയൊന്നും ഒട്ടും ആളില്ല, അതാണ് ഏറ്റവും വലിയ പരിപാടി. ഇത് ആലപ്പുഴയിൽ കയറിയപ്പോൾ തൊട്ട് സീറ്റെല്ലാം കാര്യമാണ്. നമ്മളെന്തായാലും പോയിക്കൊണ്ടിരിക്കുക. നേരമൊക്കെ വെളുത്ത് തുടങ്ങിയിട്ടുള്ളത് മറ്റേ ഹരിപ്പാട് സാധനം, മറ്റേ ബസ് എല്ലാ റീലിലൊക്കെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ മെയിൻ റീസണും, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡും, പിന്നെ എൻ്റെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഏകദേശം 2017, ഇപ്പോൾ 2024 ആയിട്ടുണ്ട്. ഒരു 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഇപ്പോൾ പോകുന്നത്. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ എന്തെന്നില്ലാത്തൊരു സന്തോഷത്തിലാണ്. നമ്മളിപ്പോൾ ഹരിപ്പാട് എത്തിയിട്ടുണ്ട്. ഇനി കായംകുളം നേരെ ആറ്റിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് ഇറങ്ങുക. അവിടുന്ന് നേരെ കവലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. കവലൂരാണ് എൻ്റെ ഒരു, അതായത് അച്ഛൻ്റെ നാടും എൻ്റെ അപ്പൂപ്പൻ്റെ നാടും അവിടെ തന്നെ. ഞാൻ ജനിച്ച് ടൈമൊക്കെ എനിക്ക് ജനിച്ചതൊക്കെ ഇവിടെയാണെങ്കിലും ആലപ്പുഴയാണെങ്കിലും കുറച്ച് നാളൊക്കെ അവിടെ പോയി നിന്നിട്ടുള്ളൂ എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ. ഞാൻ അധികമൊന്നും അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ ചേച്ചി അവിടെ തിരുവനന്തപുരത്ത് വർക്കല പഠിച്ചിട്ടുണ്ട്. ആ ടൈമിനൊക്കെ അവിടെ പോയിട്ടുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് 2017 ശേഷം ഇപ്പോഴാണ് അങ്ങോട്ടൊന്ന് പോകുന്നത്. അപ്പോൾ ഭയങ്കരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എക്സൈറ്റഡാണ്. അങ്ങനെ നമ്മുടെ ഒരു ജനിച്ച സ്ഥലം അല്ലെങ്കിൽ പോലും നമ്മുടെ അച്ഛൻ്റെ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു ആ ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലും ആ ഒരു വൈബിലാണ് ഞാൻ ഇരിക്കുന്നത്. കേട്ടോ, നേരം വെളുത്തതിൻ്റെയാണ്. ഇത് കണ്ടോ, പാടത്തൊക്കെ ഒരു രക്ഷയില്ലാത്തൊരു സുഖമാണ്. അപ്പോൾ നമ്മൾ കായംകുളം എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ എനിക്ക് ഉറക്കം പറ്റില്ല. ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. കാര്യം ഇന്നലെ ഞാൻ ശനിയാഴ്ച വൈകിട്ട് നേരെ വണ്ടി കയറി ബൈക്കെടുത്ത് പോകുന്നു. വീട്ടിൽ വന്നിട്ട് 4 മണിക്ക് പോകാമെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പം 4 മണിക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല. കാര്യം ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെളുപ്പിനെ എനിക്ക് നല്ലപോലെ അറിയാം. കാരണം ഞാൻ 2-3 മണി വരെയൊക്കെ ഉറങ്ങാൻ തിരുന്നു, സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. സമയം ഇപ്പോൾ 7:05 ആയിട്ടുണ്ട്. നേരമൊക്കെ വെളുത്ത് സൂര്യനെ കുതിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഉറങ്ങാതെ കുറേ നേരം കുത്തിയിരുന്നു. അത് കാരണം ഒന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. എന്തായാലും ഉറങ്ങട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി കഴിഞ്ഞു. നല്ല രീതിയിൽ ഒരു ഉറക്കം ഇറങ്ങി. എനിക്കൊന്നും കായംകുളം കഴിഞ്ഞപ്പം കിടന്നുറങ്ങിയതാണ്. ഇപ്പം കരുനാഗപ്പള്ളിയും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം എത്രയായി? 8:17 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ വരാം. ഞാൻ എന്തായാലും കുറച്ച് നേരം കഴിയട്ടെ. നിങ്ങൾ വ്യൂ ഒക്കെ കണ്ടിരിക്കും.
നമ്മളപ്പോൾ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ നേരെ കവലിയൂർക്ക് പോകണം. അതിന് സമയം ഒട്ടുമില്ല. 9 മണിക്ക് അമ്പലത്തിൽ നട അടയ്ക്കും. നമ്മളിപ്പോൾ ഏകദേശം എത്ര മണി കാണിച്ചു തരാം, 9:02 ആയിട്ടുണ്ട്. ഇപ്പോൾ നട അടയ്ക്കേണ്ടതാണ്. പക്ഷേ നമുക്ക് വേണ്ടി അവിടെ പൂജയ്ക്ക് ഇപ്പോൾ അതായത് അവിടെ നട അടയ്ക്കാതെ അവിടെ തിരുമേനി ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് പോകണം. ഇപ്പോൾ കവലിയൂരിൻ്റെ ഓട്ടോ പിടിച്ച് പോവുകയാണ്. ധൃതിയിൽ പോകുന്നതിൻ്റെ കാര്യമാണ്, പെട്ടെന്ന് എത്തണം നമുക്ക്. ഇപ്പം മണി ഏകദേശം 9:15 ഏകദേശം ആയി വരുന്നുണ്ട്. അമ്പലം എത്തിയിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽസൊക്കെ പിന്നെ പറയാം. തൊഴുതിട്ട് വരട്ടെ ആദ്യം. ഏകദേശം നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ട്. ഇതാണ് അമ്പലം. ഈ ഒരു വ്യൂ ആണ് സംഭവം. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് പിന്നെ കാണിച്ചു തരാം. ചെറുതായിട്ടുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ അവിടെ ബന്ധുക്കാരുടെ വീട്ടിൽ പോകണം. അവിടെ കല്യാണം നടക്കുന്ന വീട്ടിലൊന്ന് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ അവിടെയൊക്കെ അറ്റൻഡ് ചെയ്ത് എല്ലാവരും കണ്ടിട്ട് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ ഇവിടെ ബന്ധുക്കാരുടെയൊക്കെ വീട്ടിൽ വന്നു. അപ്പോൾ ഈ ഒരു സാധനം കണ്ടിട്ട് ഒരു രക്ഷയില്ല. പണ്ട് ഞാൻ അവിടെ അമ്പലത്തിൽ വന്നപ്പോഴും ഇതുപോലെ ആയിരുന്നു. ഞാൻ നേരത്തെ കാണിച്ചാൽ ഒരു വയൽ അത് ഇരുന്നത് കണ്ടോ. ഇവിടെ ആ ഒരു വ്യൂ കണ്ടോ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സീൻ സാധനം. പണ്ട് അമ്പലത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെ കാണാമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒരുമാതിരി ആയിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാമാണെങ്കിൽ പറ്റുവാണെങ്കിൽ ഒന്നുകൂടെ ആ സ്ഥലം ഒന്നുകൂടെ കാണിച്ചു തരാം. ആ വ്യൂ അത് കാണാനായിരുന്നു ഞാൻ നോക്കിയിരുന്നത്. ഇതുണ്ട് ഇവിടുത്തെ ഈ ഒരു സാധനം കണ്ട, പഴയ പടത്തിലൊക്കെ വന്നൊരു സീനറി സാധനം എന്താ, വാഴത്തോപ്പ് സെറ്റ്, ഒരു ഗ്രാമപ്രദേശ സംഭവം സെറ്റപ്പ്. ആ ഒരു സീനറി, ആ ഒരു വ്യൂ കണ്ടെങ്കിൽ എൻ്റെ മോനെ വിഷയം. അതൊക്കെ ഒന്ന് റീലൊക്കെ എടുക്കാൻ പറ്റിയ സാധനമാണ്. ആ ഒരു അമ്പലം പൊളിയാട്ടോ. അവിടെ അങ്ങനെ ആരും അധികം വരാറില്ലാന്ന് തോന്നുന്നു. ഇവിടെ ഉള്ളവർ മാത്രമേ വരത്തുള്ളൂ. പക്ഷേ ആ ഒരു വ്യൂ കാണാൻ വേണ്ടി ഞാൻ എക്സൈറ്റ് ആയിരുന്നത്. എന്തായാലും ആ ഒരു വ്യൂ എനിക്ക് അതുപോലെ തന്നെ കിട്ടി. ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോഴും പക്ഷേ ആ പാടമൊക്കെ കൊയ്ത്താൽ കഴിഞ്ഞ് ഉണങ്ങി കിടക്കുന്ന ടൈമായിരുന്നു. ഉണങ്ങി വരണ്ട് ഇതുപോലെയല്ല, നല്ല ഉണങ്ങി വരണ്ട് കിടക്കും. ഇപ്പോൾ ആ പകുതി ഏരിയയിൽ ഇതുണ്ട്, പകുതി ഏരിയയിലില്ല. ഞാനത് വ്യൂ കണ്ടോ, ഇതിൽ തന്നെ കാണാൻ പറ്റില്ല. ഭയങ്കര സീനറി, നല്ല സീനറി, ഒരു രക്ഷ. അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നാൽ ഞാനിങ്ങനെ കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കുക, വീഡിയോ ഒക്കെ എടുത്ത്. എനിക്ക് റീൽസിനുള്ള സാധനങ്ങൾ സെറ്റായിക്കൊണ്ടിരിക്കുക. വേറെ ലെവൽ സീനറി കേട്ടോ, എന്താണ് വിഷയം. അപ്പോൾ എന്തായാലും പിന്നെ വരാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരു മാമൻ്റെ വീട്. നമ്മൾ പണ്ട് ഇവിടെയൊക്കെ വന്നിട്ട് ഗ്രൂപ്പിക്കൊക്കെ പ്രശ്നമുണ്ട്. കല്യാണം നടക്കുന്ന വീട് അപ്പുറത്താണ്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം. ഇവിടെ ഒരു കുളമുണ്ട് കേട്ടോ, നൈസ് കുളം. അമ്പലത്തിൻ്റെ കുളമാണ്. ഇവിടെ അടുത്താണ് ഇപ്പുറത്ത് വയലുണ്ട്. നല്ല വ്യൂ കേട്ടോ. ഇവിടെ അമ്പലം കാണിച്ചത്, ഇതാണ് അമ്പലം. അപ്പുറത്തെ കൂട്ടി വന്നിട്ട് ഞാൻ കാണിച്ചത്. ഇതാണ് താഴത്തത്, ഇവിടെയാണ് അമ്പലം. ഇത് നീളു. പണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ട്. നല്ലൊരു വ്യൂ ആണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ പോലെ തന്നെയാണ് ഇപ്പോൾ. നല്ല പച്ചപ്പൊക്കെയായിട്ട് കിട്ടുക്കം വ്യൂ ആയിരുന്നു. വൈകിട്ടൊക്കെ ഇവിടെ വന്നിട്ട് നൈസായിരുന്നു. ഞാൻ മുകളിൽ കാണിച്ചിരുന്നത്. ഇവിടെ നിന്ന് സ്റ്റെപ്പ്. പണ്ട് ഇവിടെ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാനിവിടെ വന്നത് ആദ്യം വന്നത് എൻ്റെ കൊച്ചിലെ സമയത്ത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴൊക്കെ ഇവിടെയാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 2003, 2002 ആ ടൈമിലൊക്കെ വന്നു. പിന്നെ വന്നിട്ടുള്ളത് ഒരു 2013-12 ടൈമിൽ. പിന്നെ 2017 ടൈമിലാണ് ഉണ്ടാവുന്നത്. ചേച്ചിയുടെ കല്യാണം വിളിക്കാൻ വേണ്ടി ഇവിടെ ബന്ധുക്കാരൊക്കെ. നൈസ്. ഇതാണ് അമ്പലം. ഭദ്രകാളിയുടെ അമ്പലമാണ്. ഇതാണ് അമ്പലം. ഇവിടെയാണ് കല്യാണം നടക്കണം. അപ്പോൾ നാളെ വേണ്ട കല്യാണം. അപ്പോൾ നാളെ വരാൻ പറ്റാത്തത് ഇന്ന് വന്നതേ ഉള്ളൂ. എനിക്ക് അമ്പലത്തിൽ തൊഴണം. കുടുംബം അമ്പലം. ഇതാണ് അമ്പലം കേട്ടോ. വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വ്യൂ നോക്കാൻ ഇല്ല. ഇവിടെ നിന്ന് ഈ ഒരു വ്യൂ കാണാൻ ഒരു രക്ഷ ഉണ്ടായിരുന്നു. വൈകിട്ടൊക്കെ ഞങ്ങൾ ഇതുപോലെ വന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ലാസ്റ്റ് വന്ന സമയത്ത് ഇവിടെ ക്രിക്കറ്റൊക്കെ കളിയുണ്ടായിരുന്നു പിള്ളേർ. ഇതാണ് ഞാൻ നേരത്തെ വന്ന സ്ഥലം. അവിടെ കൂടെ റോഡ്. ഇതാണ് അമ്പലം. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്താ ഇത് ഈ വ്യൂവും കണ്ട് ഇങ്ങനെ നിൽക്കാം. അത് അവിടെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ടാകും. എനിക്ക് തോന്നുന്നു അതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആക്കിയാണ്. ഇവിടെയും അവിടെയൊക്കെ പണ്ട് ഞാനകത്തൊക്കെ പോയിട്ടുണ്ട്. ഞാൻ കാണിച്ചാൽ അമ്പലത്തിൽ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നടയെ കടച്ച് കൂട്ടിയിട്ടുണ്ട്. ഇവിടേക്ക് എന്തൊക്കെയോ ഉണ്ടായിരുന്നു ആ ടൈമിൽ. ഇവിടെ എന്തോ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. ഇവിടെ തൊഴിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു നാഗരാജാവിൻ്റെ ഏതാണ്ടുണ്ടായിരുന്നു. നാഗരാജാവിൻ്റെ പ്രതിഷ്ഠ ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇതിനകത്ത് ഇവിടെ എന്തോ ഉണ്ടായിരുന്നു. ഇതാണ് അമ്പലം. ഇപ്പോൾ ഇവിടെ നാഗരാജാവിൻ്റെ പ്രതിഷ്ഠ ഇവിടെ ഉണ്ട്. ഇതാണ് അമ്പലം. വേറെ ലെവൽ മൈൻഡ്. വൈകിട്ടൊക്കെ ഇവിടെ വന്ന് ഈ വെയിൽ സമയം കൊണ്ടാണ് ഞാൻ നല്ല രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് നല്ല വെയിൽ രക്ഷയില്ല. പക്ഷെ വൈകിട്ടൊക്കെ ഇവിടെ ഇങ്ങനെ ഒന്ന് ചില്ലടിക്കാൻ പറ്റിയ സമയം. നൈസൊരു വൈബ്. പണ്ടത്തെ ഏതോ സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടു പറഞ്ഞാൽ കുറച്ച് ഇതുണ്ടല്ലോ നമ്മുടെ ഒരു അമ്പലങ്ങൾ. അത് പറ്റി പാലക്കാടൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ, അതേ ഫീലാണ് എനിക്കിപ്പോൾ.
ഞാൻ നല്ല രീതിയിൽ എന്നാൽ കറക്റ്റ് ബസ് പോലെ രണ്ട് രീതി കയറിയിട്ടുണ്ട്. ഞാൻ ഈ ആളുടെ ചോട്ടി വന്നിരുന്ന കാറ്റുള്ളതാണ് വിചാരിച്ചാൽ കുറച്ച് ഞാൻ വിളിച്ചെടുക്കാം. ഇതിൻ്റെ മുട്ടി വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പോസിറ്റീവ് എനർജിയും കിട്ടും. ഈ ആളിൻ്റെ ചോട്ടിലൊക്കെ കുത്തി വന്നു കഴിഞ്ഞാൽ ഈ സമയത്ത് വന്നിരുന്ന ഭ്രാന്താന്ന് വിചാരിക്കും. പക്ഷേ ആളിൻ്റെ ചോട്ടി വന്നിരുന്ന ഒരു പോസിറ്റീവ് വൈബുണ്ട്. ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് വലിയൊരു പ്രതിഷ്ഠയാണ്. ഞാൻ എന്തൊക്കെയോ വിചാരിച്ചിട്ടുണ്ട്. ബിജെപിയാണ് അമ്മ, തിരുവാവർ കുന്നത്ത് അമ്മ. പഴയ ഏതൊക്കെയോ സിനിമയിൽ കണ്ടു പറഞ്ഞ അമ്പലം പോലെയാണ്. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല, പക്ഷേ എനിക്കങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു മാമിയുടെ വീട്ടിൽ പോകണം. അവിടെ തന്നെ പോകണം. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ട്രെയിൻ തിരിച്ച് പോകാനുള്ള പ്ലാനിങ്ങാണ്. അപ്പോൾ എന്തായാലും പിന്നെ വരാൻ പോയി. ഫൈനലി എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മളിപ്പോൾ അത് തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് പോവുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം 6 മണി വരും. നമ്മൾ ഇൻ്റർസിറ്റിക്കാണ് തിരിച്ച് പോകുന്നത്. അപ്പം ഈ ഒരു വ്ലോഗ് ഫുള്ള് നൊസ്റ്റാൾജിയുടെ ഒരു പള്ളിപ്പെരുന്നാളെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നൊസ്റ്റാൾജിയുടെ പള്ളിപ്പെരുന്നാളെന്ന് വെറുതെ പറഞ്ഞതല്ല. ഈ ഒരു റെയിൽവേ സ്റ്റേഷന് ഒരു നൊസ്റ്റാൾജി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി 4 വർഷം BSc നഴ്സിംഗ് പഠിച്ച വർക്കലയിലാണ്. അപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനാണ് വന്നിറങ്ങും തിരിച്ച് പോകുന്നത്. അത് നമ്മുടെ ഇൻ്റർസിറ്റിക്ക് രാവിലെ ഗുരുവായൂർ എന്നുള്ള ട്രിവാൻഡ്രം ഇൻ്റർസിറ്റിക്ക് വരും. ഇവിടെ ഇറങ്ങും, ചേച്ചിയുടെ ഹോസ്റ്റലിലേക്ക് പോകും. തിരിച്ച് അതേ ഇൻ്റർസിറ്റി ഗുരുവായൂർക്ക് പോകുമ്പോൾ 6 മണിക്ക് ഏതാണ്ടായിരുന്നു തോന്നുന്നു. അതേ ഇൻ്റർസിറ്റിക്ക് തിരിച്ച് വീട്ടിലേക്കും പോകുമായിരുന്നു. ഇപ്പോഴും ഞാൻ പോകുന്ന അതേ ഇൻ്റർസിറ്റിക്ക് തന്നെയാണ്. ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ച് ഇൻ്റർസിറ്റിക്കാണ്. പക്ഷേ ഇൻ്റർസിറ്റി ഇവിടെ എത്തുമ്പോൾ 10 മണിയാകുമോ എന്നുള്ളൊരു പേടി കാരണമാണ് ബസ്സിന് പോകുന്നത്. അല്ലെങ്കിൽ അതിൽ തന്നെയായിരുന്നു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നൊസ്റ്റാൾജിയുടെ ഒരു പള്ളിപ്പെരുന്നാൾ തന്നെയാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ബന്ധുക്കാരെല്ലാം കണ്ടു. അവരെയൊക്കെ കണ്ടു കുറേ നേരം അവരോടൊക്കെ സംസാരിച്ചിരുന്നു. വളരെ വളരെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വ്ലോഗ് എൻഡ് ചെയ്യുന്നത്. അതിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഹാപ്പിയോട് കൂടിയാണ് ഞാൻ രാവിലെ വന്നത്. ഇപ്പോഴും അതേ ഹാപ്പിയോട് കൂടെ തന്നെയാണ്, ആ ഒരു ഹാപ്പി മൈൻഡിൽ തന്നെയാണ് ഞാൻ ഇന്ന് ഈ വ്ലോഗ് എൻഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം എൻ്റെ ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഫീലിംഗും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് ഈ വ്ലോഗ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി തിരിച്ച് വീട്ടിൽ പോകാൻ നാളെ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച നേരെ എറണാകുളത്തേക്കും പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ലോഗ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വ്ലോഗ് എൻഡ് ചെയ്യാണ്. വളരെ ഹാപ്പിയിലാണ് ഞാനിന്ന് ഈ വ്ലോഗ് എൻഡ് ചെയ്യുന്നത്. വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ നാട്ടിൽ വന്ന് പണ്ട് കൊച്ചിലെ വന്ന ശേഷം ഇപ്പോൾ വരുമ്പോൾ ഉള്ളൊരു ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഈ ഒരു വ്ലോഗ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് മീ ഡാർക്കോ സൈനിങ് ഓഫ് ബൈ. പുതിയ വ്ലോഗ്